أعوذ بالله من الشيطان الرجيم قل إن كنتم تحبون الله فاتبعوني يحببكم الله. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും നല്ല അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത്. പ്രപഞ്ചനാഥനായ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്ന വെളിച്ചമാണ് ഹിദായത്ത്. ആ ഹിദായത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹുവിന്റെ ഖുർആനും സുന്നത്തും ചിട്ടയോടുകൂടി പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം രൂപപ്പെട്ടു വരുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അപരിചിതത്വത്തിൽ നിന്ന്, അപരിചിതമായ ഒരവസ്ഥയിൽ നിന്നാണ് ഇസ്ലാം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവബഹുലമായ ജീവിത കാലഘട്ടത്തിലെ ആ 40 വയസ്സിന് ശേഷമുള്ള 63 വയസ്സ് വരെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ചരിത്രത്തിൽ വളരെ തുല്യതയില്ലാത്ത ചരിത്രങ്ങളായി നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ സമൂഹം ഇനിയും അങ്ങനെ ഒരു അപരിചിതാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാലം വരാനുണ്ട്. അന്ന് എന്റെ ഉമ്മത്ത് ഒരുപാട് അഭിപ്രായ ഭിന്നതകളെ കൊണ്ട് ഭിന്നിച്ചു നിൽക്കുന്ന ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുകയാണ്. ഇന്നഹു മയ്യഅശ മിൻകും ബഅദി, എന്റെ കാലശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകൾ, ഫസയറാ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഒരു കാലം വരാനുണ്ടെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. വ്യത്യസ്ത ചിന്തകളും ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും രൂപപ്പെട്ടു വരുമ്പോൾ ബിദ്അത്തുകൾക്ക് ആക്കം കൂട്ടുന്ന, ബിദ്അത്തുകളെ സ്ഥാപിക്കാൻ വേണ്ടി, ശിർക്കിനെ സ്ഥാപിക്കാൻ വേണ്ടി, ഹറാമുകളെ സ്ഥാപിക്കാൻ വേണ്ടി, കുഫറിനെ സ്ഥാപിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ നിലനിൽക്കുന്ന കാലത്ത് അന്ന് അല്ലാഹു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ സുന്നത്തിനെ മുറുകെ പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, അന്ന് സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഏതുപോലെ എന്റെ കൂടെ ജീവിച്ച സച്ചരിതരായ സ്വഹാബത്ത് എങ്ങനെയാണോ ആ മുൻഗാമികൾ ജീവിച്ചത്, അതുപോലെ നിങ്ങൾ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ആഴത്തിൽ, നമ്മുടെ ഖൽബിൽ കൊത്തിവെക്കേണ്ട വാചകം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ വാക്ക് നമ്മുടെ ഖൽബിനോട് ചേർത്ത് വെക്കുക. ഈ കാലഘട്ടത്തിലെ നമ്മുടെ ജീവിത ശൈലിയെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരിക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ടും ആ പ്രവാചകനെ സ്നേഹിച്ചും ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സ്നേഹം പ്രകടമാകുന്നുണ്ടോ എന്ന് സ്വയം നമ്മുടെ ഖൽബ് കൊണ്ട് നമ്മൾ പുനർവിചിന്തനം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ അതൊരു വെറും വാക്കായി, വെറും വർത്തമാനമായി പലപ്പോഴും മാറാനാണ് പതിവ്. എന്താണ് സുന്നത്ത് എന്നും എന്താണ് സുന്നത്തിന്റെ അതിന്റെ മഹത്വം എന്താണെന്നും പലപ്പോഴും ഉൾക്കൊള്ളാതെ പോയ ഒരു ജനതയാണ് നമ്മുടെ മുന്നിൽ. തൗഹീദിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമ്മളെ കുറിച്ച് നമ്മൾ സ്വയം ഹൃദയത്തിൽ വിചാരണ നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ വാചകം, സഹോദരങ്ങളെ, സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന വാക്ക് അതൊരു വെറും വാക്കല്ല, ഒരു പാഴ്വാക്കായി തള്ളിക്കളയേണ്ടതല്ല. നിങ്ങൾ നോക്കി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്ന് നമ്മുടെ ജീവിതത്തെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി കൃത്യമായി ഒന്ന് താരതമ്യപ്പെടണം നടത്തിയാൽ നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ഇടപാടുകളും നമ്മുടെ ഇടപെടലുകളും എല്ലാം നമ്മൾ ആലോചിക്കണം. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നബിദിനാഘോഷം നടത്തി, ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തി ആഘോഷത്തിന് അതിനെ ആക്കം കൂട്ടുന്ന, അത് കൃത്യമായി ഓരോ വർഷം കൂടുമ്പോഴും പുതിയ പുതിയ ആചാരങ്ങൾ കൊണ്ടുവന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നവർ, സഹോദരങ്ങളെ, അവർക്കെതിരെ സംസാരിക്കുന്നതിന് മുമ്പ് നാം
നമ്മുടെ കൽബിനോട് ചോദിക്കണം, എന്റെ റസൂലിനെ പിൻപറ്റുന്നിടത്ത് ഞാൻ എവിടെയാണുള്ളത്? എന്റെ ചര്യ, പ്രവാചകന്റെ ചര്യയെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ പെരുമാറ്റത്തിൽ, എന്റെ ഇടപാടുകളിൽ, എന്റെ ഇടപെടലുകളിൽ, ഏതൊക്കെ മേഖലകളിൽ എല്ലാം പരിശോധിക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ ആയത്തോതി അല്ലാഹു പറയാണ് റസൂലിനോട്, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം അവരോട്. എന്താ പറയേണ്ടത്? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ചര്യകളെ നിങ്ങൾ പിൻപറ്റണം, എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ആ പദത്തിന്റെ അർത്ഥം എന്താ? അനുസരണമാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സുന്നത്ത് എന്താണെന്ന് അറിഞ്ഞും സുന്നത്ത് എന്താണെന്ന് പഠിച്ചും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. ഏതൊക്കെ മേഖലകളിലെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ അഖ്വാലിഹി വഅഫ്ആലിഹി വതഖരീറാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, കൽപ്പന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദം, ഇതൊക്കെ സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അത് ഖുർആനും സുന്നത്തുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. തറക്തു ഫീകും അംറൈൻ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോവുകയാണ്. ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ടെണ്ണത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, അതെ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും പരിശുദ്ധ ഖുർആനിനെയും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എങ്ങനെയാണ് ഖുർആനിനെയും സുന്നത്തിനെയും നമ്മൾ സ്വീകരിക്കേണ്ടത്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, അല്ലാഹുവിന്റെ റസൂൽ എന്തെന്ന് നിങ്ങളിൽ നിന്ന് വിലക്കിയോ അതിനെ നിങ്ങൾ ഒഴിവാക്കണം. എന്തെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അനുവദിച്ചു തന്നോ അത് നിങ്ങൾ സ്വീകരിക്കണം. സഹോദരങ്ങളെ, കൽബിനോട് ചോദിക്ക്, നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, നമ്മുടെ കൽബിനോട് ചോദിക്കണം. റസൂലുള്ള വിലക്കിയ, പരിശുദ്ധ ഖുർആൻ വിലക്കിയ ഏതെല്ലാം കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്നു എന്ന് സ്വയം നമ്മൾ വിചാരണ നടത്തണം നമ്മുടെ കൽബിനോട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വചനങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇത് നിങ്ങൾ നോക്കൂ, നിങ്ങൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു വെറുതെ ഏതെങ്കിലും കെട്ടുകഥകൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു മാർഗമല്ല ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തുകും അലാ മിസ്ലിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ, ഇസ്ലാം എന്ന് പറയുന്നത് തെളിമയാർന്ന വഴിയാണ്, തെളിഞ്ഞു നിൽക്കുന്ന പാതയാണ്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രികൾ പകൽ പോലെ തെളിഞ്ഞു നിൽക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അത്ര മഹത്വമുണ്ട്, അത്ര മഹിമയുണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്. ആ ദീൻ ഉൾക്കൊണ്ടവർ എന്ന നിലക്ക്, ഉൾക്കൊണ്ടവരെന്ന് വാദിക്കുന്നവരെന്ന നിലക്ക് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചേ മതിയാകൂ. ജീവിതത്തെ പുനർപരിശോധിച്ചേ മതിയാകൂ. പ്രവാചകരിൽ നിന്ന് ഉത്തമമായ മാതൃകയുണ്ടെന്ന് ഉൾക്കൊണ്ട ആളുകളാണ്. ഏതൊരു കാര്യവും ഒരു വിശ്വാസി പ്രാവർത്തികമാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെയാവണം. റസൂലുള്ളാഹി ചെയ്തതുപോലെയാവണം. അമലുകളുടെ വിഷയത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ, സ്വഭാവത്തിന്റെ കാര്യത്തിൽ, പെരുമാറ്റത്തിന്റെ വിഷയത്തിൽ, ഇടപെടലുകളിൽ, ഇടപാടുകളിൽ എല്ലാം എന്റെ റസൂൽ ചെയ്തതുപോലെ, എന്റെ റസൂൽ ചെയ്തതുപോലെ നമ്മൾ സ്വയം പരിശോധിക്കുകയാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ആരാണ് റസൂലുള്ളാഹിനെ അനുസരിക്കുന്നത്? അവനാണ് അല്ലാഹുവിനെ അനുസരിച്ചവൻ, അവനാണ് അല്ലാഹുവിനെ അനുസരിച്ചവൻ. ഹദീസ് വേണ്ട, എനിക്ക് ഖുർആൻ മതി എന്ന് വാദം ഉന്നയിക്കുന്നവർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്തുകളുടെ കാര്യത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ഈ സുന്നത്തിന്റെ ഘടകവിരുദ്ധമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഈ പറയപ്പെട്ട, ചുരുക്കി പറഞ്ഞ സുന്നത്തിന്റെ ഈ മഹത്വമേറിയ സുന്നത്തുകൾക്ക് ഘടകവിരുദ്ധമാണ് ബിദ്അത്ത്. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിക്കാത്ത ഒരു കാര്യം നല്ലതാണ്, പുണ്യമാണ് എന്ന് പറഞ്ഞ മതത്തിന്റെ ഉള്ളിലേക്ക് പുതുതായി കൊണ്ടുവരുന്നതാണ് ബിദ്അത്ത്. ആ ബിദ്അത്ത് ഒരാൾ പ്രവർത്തിച്ചാൽ, ഒരാൾ കൊണ്ടുവന്നാൽ, മൻ അഹദഥ ഫീ അംരിനാ ഹദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അത് തള്ളേണ്ടതാണ്. അങ്ങനെ ഒരാൾ കൊണ്ടുവന്നാൽ അത് തള്ളേണ്ടതാണ്. കൊണ്ടുവരിക മാത്രമല്ല, ദീനിലേക്ക് ഒരാൾ ദീനിൽ പുതിയൊരു ആചാരം പ്രവർത്തിച്ചാലും മൻ അമില അമലൻ, അമലായി കൊണ്ടുവരിക, ഒരാൾ അമലായി പ്രവർത്തിക്കുക, ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, എന്റെ കൽപ്പനയിലില്ലാത്ത ഒരു പ്രവർത്തനത്തെ ആരെങ്കിലും മതത്തിന്റെ ഉള്ളിലേക്ക് പുണ്യമാണെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് ഒഴിവാക്കേണ്ടതാണ്, തള്ളേണ്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ബിദ്അത്ത് എന്ന് പറയാ. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്,
വഴികേടും നരകത്തിലേക്കുള്ളതാണ്. ബിദ്അത്തിന്റെ ആഴവും ബിദ്അത്തിന്റെ വിസ്തീർണവും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ പ്രോഗ്രാമിൽ നമുക്ക് പറയാം. സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ ഇന്ന് കാണുന്ന ബിദ്അത്തിന്റെ കൃത്യമായ ചില രൂപങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളുണ്ട്. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പള്ളികൾ അലങ്കരിച്ച് ഹറാമായ സംഗീതത്തിന്റെ കമ്പടിയോടുകൂടി നബിദിനത്തിന്റെ പേരിൽ നടക്കുന്ന വൃത്തികെട്ട ഏർപ്പാടുകൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഒരിക്കലും ഇസ്ലാമുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഖൈറുൻ നാസി ഖർനി, ഉത്തമനായ തലമുറ എന്റെ തലമുറയാണ്. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത തലമുറയാണ്, പിന്നീട് അതിനടുത്ത തലമുറയാണ്. ആ സ്വഹാബത്ത്, താബീങ്ങൾ, തബഊ താബീങ്ങൾ, ഈ മൂന്ന് തലമുറക്ക് പരിചയം ഉണ്ടെങ്കിലേ ദീനാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലേ ദീനാവുള്ളൂ. ആ ദീനിലുള്ളതാണോ ഈ പറയപ്പെട്ട ജന്മദിനാഘോഷം എന്ന് നമ്മൾ പ്രമാണത്തിൽ നിന്ന് പഠിക്കണം. പണ്ട് എന്റെ വാപ്പ ചെയ്തിരുന്നു, എന്റെ വല്യപ്പ ചെയ്തിരുന്നു എന്നത് പ്രമാണമല്ല. ഖുർആൻ എന്ന് പറയുന്നു, ഹദീസ് എന്ന് പറയുന്നു, സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, താബീങ്ങൾ എങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ട്, തബഊ താബീങ്ങൾ എങ്ങനെ സ്വീകരിച്ചു എന്ന ആ രൂപത്തിൽ നമ്മൾ അതിനെ കാണുകയും പഠിക്കുകയും വേണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഇന്ന് ഇസ്ലാം ഉൾക്കൊണ്ടു എന്ന് 5 വക്ത് പള്ളിയിൽ നിസ്കരിക്കുന്നവർ പോലും നാട്ടിൽ നടക്കുന്ന അന്യമത വിഭാഗത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഓണാഘോഷത്തിന്റെ തിറപ്പിലാണ് നമ്മൾ. ഇന്ന് ഈ നാട്ടിലേക്ക് എത്തിപ്പെട്ടപ്പോൾ കണ്ടത് തട്ടവിട്ട മുസ്ലിം പെൺകുട്ടികൾ, അതെ, പ്രത്യേകം വേഷം ധരിച്ച്, പ്രത്യേകം സാരി ധരിച്ച്, ആ വെള്ള സാരി ധരിച്ച് മറ്റു മതവിഭാഗങ്ങൾ സ്വീകരിച്ചു പോകുന്നത് പോലെ തന്നെ അവർക്ക് ആഘോഷിക്കാൻ വകുപ്പില്ലാത്തതുപോലെ മുസ്ലിം സമുദായം ഏറ്റെടുത്തിരിക്കണം എന്ന് ഓണാഘോഷം. ഇത് പറയുമ്പോ സമൂഹത്തിൽ ഭീകരവാദിയായി നമ്മളെ ചിത്രീകരിക്കാൻ, തീവ്രവാദിയായി നമ്മളെ ചിത്രീകരിക്കാൻ നാവ് കൊണ്ട് നായികക്ക് 40 വട്ടം പറയും ഞാൻ സുന്നത്ത് പിൻപറ്റുന്നവരാണ്, ഞാൻ മുസ്ലിമാണ് എന്ന് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പ്രവാചകന്റെ സുന്നത്തുകളെ കൽബിലേറ്റുന്നവരാകണം. പ്രവാചകന്റെ ജന്മദിനാഘോഷിച്ചതുകൊണ്ട് സ്നേഹപ്രകടനമായി എന്ന് ഒരിക്കലും കരുതണ്ട. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. മറ്റു മതവിഭാഗവുമായി ഒരു മുസ്ലിം നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇസ്ലാം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മുടെ അയൽവാസി ഹിന്ദുവാകട്ടെ, മുസ്ലിമാകട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ആരായാലും അവരുമായി ഏറ്റവും നല്ല രൂപത്തിൽ സഹവസിക്കണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മതപരമായ വിശ്വാസത്തിന്റെ വിഷയത്തിൽ, ആചാരങ്ങളുടെ വിഷയത്തിൽ, സ്വഭാവങ്ങളുടെ വിഷയത്തിൽ, വേഷഭൂഷാദികളുടെ വിഷയത്തിൽ അവരുമായി കൂടിക്കലരുന്ന സമ്പ്രദായം മുസ്ലിമിന് പാടുള്ളതല്ല. കാരണം മനുഷ്യ സൗഹൃദം വേറെ, വിശ്വാസ സംബന്ധമായ വിഷയം വേറെ. രണ്ടും രണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും മറ്റൊരു മതവിഭാഗവുമായി അവരുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ആഘോഷങ്ങളിലോ വിശ്വാസത്തിലോ കർമ്മങ്ങളിലോ അവരുമായി കൂടിച്ചേർന്ന് അവരുമായി ആ രൂപത്തിൽ ഇണങ്ങിച്ചേർന്നാൽ ഫഹുവ മിൻഹും, അവർ അവരിൽപ്പെട്ടവരാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരൻ, എത്ര ഗൗരവമുള്ള വിഷയ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഓണത്തിന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ, പോകാതെ എന്താ ചെയ്യാന്നാണ് നമ്മളെ വേദാറ്. ഓണത്തിന് ചിന്തിച്ച് എന്താ ചെയ്യേണ്ടി? ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സമയ, അല്ലാതെ ദീന് ദഅവത്ത് നടത്താൻ പറ്റിയ സമയ. അത് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട വ്യക്തി അതിന് പോയി കൂടിക്കൊടുക്കുക. അതിന് പോയി സമ്പ്രദായത്തിൽ അതിന് നമ്മൾ ചില തെളിവുകളും ചില ഹദീസുകളും ചില അതിനു വേണ്ടി ചില പ്രമാണങ്ങളൊക്കെ തപ്പിപ്പിടിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മഹാനായ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലതത്തബിഅന്ന സുനന മൻ കാന സുനന മൻ ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്റെ ഉമ്മത്ത് അവസാന കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തിന്റെ ചില ഗുണങ്ങൾ, എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങളെ കുറിച്ച് പറയാൻ. അവരുടെ പ്രത്യേകത എന്താ? അവർ ഒരു വിഭാഗത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഈ ദീനിൽ നിന്ന് തെറ്റിക്കൊണ്ട് മറ്റു മതങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് പിൻപറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എത്രത്തോളം അവർ പിൻപറ്റും? ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് അവർ പ്രവേശിച്ചാൽ, അതിന്റെ കൂടെ ഇവർ കയറാൻ ശ്രമിക്കും. അത്രത്തോളം പിൻപറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അൽ യഹൂദ വൻ നസ്വാറ, റസൂലേ, യഹൂദികളെയും നസ്വാറാക്കളെയും പിൻപറ്റുന്നവരാണോ, അവരെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത്? ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം യഹൂദികളെയും നസ്വാറാക്കളെയും പിൻപറ്റുന്ന ഒരു കാലം വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സബൻ, വേറെ ആരെയാണ്? 5 വക്ത് പള്ളിയിൽ നിസ്കരിക്കുന്നവർ, തൗഹീദിന് വേണ്ടി വാദം ഉന്നയിക്കുന്നവർ, ശിർക്ക് ചെയ്യുന്നില്ല
തരത്തിലുള്ള മതവിഭാഗങ്ങളുമായി കൂടിയിണങ്ങി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന സമ്പ്രദായമുണ്ട്. ഇസ്ലാമിന്റെ വിശ്വാസം വ്യക്തമാണ്. അത് പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, അതിന്റെ അർത്ഥം മുസ്ലിങ്ങളുമായി അകന്നു നിൽക്കണമെന്നല്ല. എല്ലാ മേഖലയിലും നമുക്ക് കാണാം, മതസൗഹൃദമല്ല വേണ്ടത്, മനുഷ്യ സൗഹൃദത്തിനാണ് ഇസ്ലാം പ്രാധാന്യം നൽകിയത്. മതങ്ങൾ ഒരിക്കലും കൂടി ചേരൂല, ഒരിക്കലും ചേരൂല. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഇസ്ലാം വഹീനാൽ സ്ഥാപിക്കപ്പെട്ട മതമാണ്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും ചട്ടക്കൂടിലായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. ഖുർആനും സുന്നത്തും ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരിക്കൽ കൂടി ജീവിതത്തിന്റെ മേഖലകളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുമാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് തെളിയിച്ചു തരുന്നത് എന്ന് വ്യക്തമായി അല്ലാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ മേഖലകളിലും അത് കൃത്യമായി ഉൾക്കൊണ്ട് ശരിപ്പെടുത്തി ജീവിക്കുന്നവരായി നമ്മൾ മാറുക എന്നുള്ളതാണ് സ്വർഗം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. തഖ്വയും തൗഹീദും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുക മാത്രമല്ല, തൗഹീദ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ദൗത്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യം നമുക്കുണ്ട്. പലപ്പോഴും തൗഹീദി പ്രബോധന മേഖലകളിൽ നിന്നൊക്കെ പിന്നിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ ഖുർആനിനെ, ഈ സുന്നത്തിനെ, ഇതിന്റെ വെളിച്ചം കിട്ടിയിട്ടില്ലാത്തവർക്ക് എത്തിക്കുക എന്ന ദൗത്യം ഒരു സംഘടനയുടെ ബാധ്യത മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും ദൗത്യമാണെന്ന ബോധവും ബോധ്യവും നമുക്കുണ്ടാവണം. ഒരു വ്യക്തിക്ക് നമ്മുടെ നാടിന്റെ സാഹചര്യത്തിൽ ദഅവത്ത് നടത്താനുള്ള ഒരു സംവിധാനം മാത്രമാണ് സംഘടന എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ ദീനിനെ വ്യക്തമായ രൂപത്തിൽ പ്രബോധനം ചെയ്യാൻ, ദഅവത്ത് ചെയ്യാൻ നരകത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ശിർക്ക് ചെയ്ത്, ബിദ്അത്ത് ചെയ്ത്, കുഫ്ർ ചെയ്ത്, നമ്മുടെ നാടുകളിൽ ലിബറലിസവും അതേപോലെയുള്ള തോന്നിവാസങ്ങളൊക്കെ അധികരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. വീട്ടിൽ മൗനം പാലിച്ചിരിക്കാൻ ഒരുപാട് മനുഷ്യരുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊന്നും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ സമയം കൊണ്ടോ ഇറങ്ങിത്തിരിക്കാത്ത ആളുകളുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹു നമ്മളോട് പറഞ്ഞ വാചകം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, ഏറ്റവും നല്ല വർത്തമാനത്തെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ദആ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ഈ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ് ഏറ്റവും നല്ല വർത്തമാനം. അല്ലാഹുവിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തലാണ്. ആ വാക്ക് പറഞ്ഞവർ ആരുണ്ട് എന്ന് റബ്ബ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് കൃത്യമായി ഉറച്ച് അത് പ്രഖ്യാപിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നല്ല വാക്ക് പറഞ്ഞവരെന്ന് പരിശുദ്ധ ഖുർആൻ 41-ാമത്തെ അധ്യായത്തിന്റെ 33-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കും. ഇത് ഉൾക്കൊള്ളേണ്ട സമയം അധികരിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പച്ചയായി പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ്, ആ റബ്ബിന് പകരം മറ്റൊരു വ്യക്തിയെ സമൂഹത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നിടത്തേക്ക് മുസ്ലിം സമുദായം എത്തി. റബ്ബ് തന്നെയാണ് ഇന്ന് ശൈഖ് എന്ന് പറയുന്നിടത്തേക്ക് എത്തിപ്പെട്ടു കൗമ്. ഇപ്പോഴും നമ്മൾ മൗനം പാലിച്ചിരിക്കുക, ഇപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കുക, ഇപ്പോഴും നമ്മുടെ സമ്പത്തിറക്കാൻ നമ്മൾ ഒരുക്കല്ല, നമ്മുടെ സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ ഒരുക്കല്ല. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ എന്തിനാ പറയേണ്ടത്? എന്റെ കുടുംബം, എന്റെ കുട്ടികളൊക്കെ സേഫായി, അയൽവാസി എന്തായാലും എനിക്കെന്താ, എന്റെ നാട്ടുകാരെന്തായാലും എനിക്കെന്താ എന്നിടത്തുനിന്ന് മാറണം. ഇന്നും കുടുംബത്തിൽ വരെ ദഅവത്തെത്തിക്കാത്തവരുണ്ട്. പച്ചയായി മാലയും മൗലൂദും ഒക്കെ പള്ളികളിൽ ഇരുന്ന് ചൊല്ലുന്നവർ നമ്മുടെ കുടുംബങ്ങളിലില്ലേ? ആ പാവപ്പെട്ട വ്യക്തികൾക്ക് സഹോദരങ്ങൾ അതിന്റെ ഗൗരവം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തിൽ നിന്ന് അവസാനം നരകത്തിലേക്ക് ഒരു വിഭാഗത്തെ പറഞ്ഞേക്കും. സ്വർഗ്ഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്ന വ്യക്തികൾ. നരകത്തിലാണവർ.
തിന്മ ചെയ്തതിന്റെ പേരിൽ, അവർ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ലഭിച്ച് തൗഹീദും നമസ്കാരവും ഒക്കെ മുറുകെ പിടിച്ചതിന്റെ പേരിൽ അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്ന ഹദീസ് വിശാലമാണ്. പക്ഷെ ആ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം അവരാണ് അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. അവർ സ്വർഗത്തിലേക്ക് കയറി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തെ അല്ലാഹു മൂടി വെക്കും. നരകത്തിലൊരു മൂടിയിടും, പിന്നെ നരകം തുറക്കൂല. ثم لا يموت فيها ولا يحيى. സഹോദരങ്ങളെ, ആ നരകം പിന്നെ തുറക്കൂല. ആ നരകത്തിൽ ജീവിതവുമില്ല, മരണവുമില്ലാത്ത ദുരിതം അനുഭവിക്കുകയാണ് അവിടെ. നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ? മൂടപ്പെട്ട നരകത്തിൽ എന്റെ അമ്മ ഉണ്ടാവോ? മൂടപ്പെട്ട നരകത്തിൽ എന്റെ വാപ്പ ഉണ്ടാകുമോ? മൂടപ്പെട്ട നരകത്തിൽ എന്റെ അയൽവാസി പ്രവേശിച്ചുകൂടാ എന്ന ആർജവമാണ്, അത്തരമൊരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ കൽവിൽ നിന്ന് രൂപപ്പെടേണ്ടത്. ആ ചിന്ത നമുക്കില്ല. ഞാൻ നിസ്കരിക്കുന്നു, ഞാൻ നോമ്പ് നോക്കുന്നു, ഞാൻ തൗഹീദ് ഉൾക്കൊണ്ടു, ഞാൻ ഇങ്ങനെ പോയാൽ മതി എന്നുള്ളതാണെങ്കിൽ വഞ്ചകന്മാരാണ് നമ്മൾ. ആഖിറത്തിൽ വിജയിക്കാൻ പറ്റുന്ന കരുതണ്ട. അയൽവാസിയുടെ കാര്യത്തിൽ ഉത്തരം പറയാതെ ഒരു സ്റ്റെപ്പ് വരെ അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റൂല. അതുകൊണ്ട് ദഅവത്ത് ഞങ്ങൾക്കൊന്നും ബാധ്യതയില്ല എന്നുള്ള ആ ചിന്തയിൽ നമ്മൾ ആരും ഇരിക്കുന്നതാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന വചനങ്ങൾ, വാചകങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. വിജയിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം 104-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മയെ വിരോധിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന, ദുരാചാരത്തെ വിലക്കുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് രൂപപ്പെടട്ടെ എന്ന്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്കാണ് വിജയം. ഈ പ്രവർത്തനം ചെയ്ത് ദഅവത്ത് ചെയ്യുന്നവർക്കാണ് നാളെ പരലോകത്ത് വിജയം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ മഹിമ എന്താണെന്ന് ഉൾക്കൊള്ളുക. നമ്മുടെ നാടുകളിൽ നടക്കുന്ന തിന്മകളെ കുറിച്ച് പ്രമാണങ്ങളുമായി മാറ്റിവെച്ച് എന്റെ ജീവിതം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുക. ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ചട്ടക്കൂടിൽ സ്വഹാബികൾ ജീവിച്ചു കാണിച്ചു തന്നതുപോലെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. റഹ്മാനായ റബ്ബ് നമുക്ക് അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകളുള്ള അല്ലാഹു ശിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.